കേരളത്തിൽ ഏറെ പേർക്ക് അറിയേണ്ട ഒരു പ്രധാന കാര്യം, ഇപ്രാവശ്യം കേരളത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷമുണ്ടോ? അതൊരു വയബിൾ ത്രികോണ മത്സരമാണോ, അതോ വെറുതെ ഒരു കോലാഹലം ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അവസാനം 2 ഹോഴ്സ് റേസ് പതിവ് പോലെ LDF ആൻഡ് UDF BJP എത്രത്തോളം ശക്തമായ സാന്നിധ്യമാണ്? ആദ്യമേ പറയട്ടെ, BJP കേരളത്തിൽ 30 സീറ്റ് പിടിക്കും എന്നൊക്കെ ക്ലെയിം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം 35 സീറ്റ് ഉണ്ടെങ്കിൽ കേരളം ഭരിക്കുമെന്നാണ് ശ്രീ സുരേന്ദ്രൻ, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞത്. അതൊക്കെ നമ്മളൊരു മാർജിൻ ഇട്ടല്ലേ അതൊക്കെ എടുക്കൂ. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതകളെ വിശകലനം ചെയ്യാനൊരു എളിയ ശ്രമമാണ് നടത്തുന്നത്. നമുക്ക് BJPക്ക് കാലാകാലങ്ങളിൽ ജൈവികമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 19.7% വോട്ടാണ്. അത് സർവകാല റെക്കോർഡാണ്. പാൻ കേരള അടിസ്ഥാനത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കുകയും ചെയ്തു. തൃശ്ശൂർ സീറ്റ് സുരേഷ് ഗോപി 75,000 വോട്ട് ജയിച്ചു. ജയത്തോളം പോകുന്ന ഒരു പരാജയമാണ് ശ്രീ ശശി തരൂരിനെതിരെ, ഡോക്ടർ തരൂരിനെതിരെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്, രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന ചെയർമാനാണ്. എന്നാൽ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ 4% കുത്തനെ വോട്ടിടിയുന്ന ആകമാന കാഴ്ച. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ചിത്രം നഗര കേന്ദ്രീകൃതമായി കാര്യമായ നേട്ടമുണ്ടാക്കി. തിരുവനന്തപുരം നഗരത്തിൽ ഭരണം പിടിച്ചെടുത്തു. 150 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല, ഭരണത്തിൽ എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ കോഴിക്കോട് പോലും സീറ്റുകൾ വർദ്ധിപ്പിച്ചു, കൊല്ലത്ത് സീറ്റുകൾ വർദ്ധിപ്പിച്ചു. നമ്മുടെ നഗരമേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനവും. പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോൾ, ഗ്രാമീണ മേഖല വരുമ്പോൾ ചില മേഖലകളിൽ വളരെ നിറം കെട്ട പ്രകടനവും എന്നതായിരുന്നു BJPയുടെ ഒരു രീതിശാസ്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് BJPയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താവും ഗതി? നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി സ്റ്റാർ മണ്ഡലങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. ഉറച്ച വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, A ക്ലാസ് മണ്ഡലങ്ങളെന്നോ സ്റ്റാർ മണ്ഡലങ്ങളെന്നോ ഒക്കെ പറയാം. A+ ക്ലാസ് എന്ന് വേണമെങ്കിലും പറയാം. കാരണം 30,000 ഒരു ബെഞ്ച് മാർക്കാണ്. നമുക്ക് A എന്ന് വേണമെങ്കിൽ കൂട്ടാം. 40,000 അതിനേക്കാൾ വലിയ ഒരു ബെഞ്ച് മാർക്കാണ്. യഥാർത്ഥത്തിൽ വോട്ടർമാർ 2 ലക്ഷത്തിൽ താഴെയാണല്ലോ ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ട്. ഒരു 1.5 ലക്ഷം പേരിൽ കൂടുതലൊന്നും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ കടുത്ത ത്രികോണ മത്സരം വരുമ്പോൾ ഒരു 45,000 വോട്ടൊക്കെ ലഭിച്ചാൽ വിജയിക്കാവുന്ന മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. 45,000 കുറവായിരിക്കും, 50,000 വോട്ട്. അപ്പം 40,000-ൽ കൂടുതൽ വോട്ടൊക്കെ കിട്ടുന്ന മണ്ഡലങ്ങളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തിൻ്റെ കണക്കനുസരിച്ചും കിട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പുഷ് ചെയ്താൽ 50-55,000 വോട്ടുകളെത്തി സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി നോക്കുമ്പോൾ 55,000-ഓളം വോട്ടുകൾ കിട്ടിയാൽ കടുത്ത ത്രികോണ മത്സരത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരാമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. ഏതാനും മണ്ഡലങ്ങൾ അങ്ങനെയുള്ള, അതായത് 30,000-ൽ കൂടുതൽ വോട്ട്, അതാണ് ഫൈറ്റിംഗ് ചാൻസ് ഉള്ള. 30,000-ൽ കുറവുള്ള വോട്ടുകൾക്ക് പിന്നെ ഫൈറ്റിംഗ് ചാൻസ് ഉണ്ടെന്ന് പറയാനൊക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോലും 30,000-ൽ കുറവ് വോട്ടുകളാണ് ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ ലഭിക്കുന്നതെങ്കിൽ പിന്നീട് എത്ര പിടിച്ചാലും, എത്ര നല്ല കാൻഡിഡേറ്റ് നിർത്തിയാലും ഒരുപക്ഷെ സാധ്യത കുറവാണ്. കാരണം കേരളം BJP ഭരിക്കുമെന്ന ഒരു പ്രതീക്ഷയില്ലല്ലോ. ലോക്സഭയിലേക്ക് അങ്ങനെയല്ല. ലോക്സഭയിലേക്ക് BJP ഭരിക്കാൻ സാധ്യതയുണ്ട്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ദേശീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വോട്ട്. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. BJP ഒരു ഭരണകക്ഷിയാകുമെന്നൊന്നും കേരളത്തിൽ അധികം പേര് വിശ്വസിക്കില്ലല്ലോ. നില മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ പൊക്കുക താക്കുക ചെയ്യുക എന്നൊന്നും അല്ല ഇപ്പോഴത്തെ ഈ ഒരു ഡിസ്കഷൻ്റെ ഉദ്ദേശം തന്നെ. ഒരു സാമാന്യ ഒബ്ജക്റ്റീവായി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഒരു ചിന്തയിൽ വരുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള ചിത്രം? 10 സീറ്റുകൾ BJP ഏതാണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെയും ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് പറയാം. ഔപചാരിക പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അദ്ദേഹം സ്വയം വളരെ മുൻപ് തന്നെ, 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ അനൗൺസ് ചെയ്തു, ഞാനായിരിക്കും നേമത്തെ സ്ഥാനാർത്ഥി. അക്കൗണ്ട് തുറന്നത് താമരച്ചിഹ്നത്തിൽ BJP അക്കൗണ്ട് തുറന്നു. നേമത്താണല്ലോ രാജേട്ടൻ രാജഗോപാൽ. അതിനുശേഷം അക്കൗണ്ട് പൂട്ടി, ശിവൻകുട്ടി പൂട്ടി, അല്ലെങ്കിൽ VK മുരളീധരൻ്റെ സഹായത്തോടുകൂടി ശിവൻകുട്ടി ആ അക്കൗണ്ട് പൂട്ടി. അപ്പോൾ BJPക്ക് ഇപ്പോൾ നിലവിൽ 0 സീറ്റ്. ഏറ്റവും സാധ്യത നേമത്ത് തന്നെയാണ്. കാരണം അവിടെയാണ് വൻ BJP സാന്നിധ്യം. നഗരസഭാ തിരഞ്ഞെടുപ്പിലും കൃത്യമായി BJPക്ക് ആധിപത്യമുള്ളതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വൻപൻ ആധിപത്യം, നിയമസഭാ സെഗ്മെൻറ്റിൽ, നിയമം സെഗ്മെൻറ്റിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ. അങ്ങനെയെങ്കിൽ ചെറിയ മേൽക്കൈ, വലിയ മേൽക്കൈ എന്ന് പറയാൻ ചെറിയ മേൽക്കൈ. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ചാൻസ് ഉണ്ടല്ലോ.
പക്ഷേ ആരാകും സ്ഥാനാർത്ഥി? രാജീവ് ചന്ദ്രശേഖർ. ആ സ്ഥാനാർത്ഥിക്ക് ദോഷം പറയാനാവില്ലല്ലോ. ബി ജെ പിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ബെറ്റാണ്. ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രി പദം രണ്ടാമത്തെ കാര്യമാണ്. അതൊക്കെ ജയിച്ചു വന്നെങ്കിലല്ലേ ഉള്ളൂ. ഭൂരിപക്ഷം എം എൽ എമാരുണ്ടെങ്കിൽ 71 എം എൽ എമാരുണ്ടെങ്കിലല്ലേ അതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. അതോടെ നിൽക്കട്ടെ. ഇവിടെ SIR ഒരു പരിഗണനാ വിഷയമാകുന്നത് അവിടെയാണ്. അത് നിയമം മാത്രമല്ല, ബി ജെ പിയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവ്. അവിടെ ശ്രീലേഖ മത്സരിക്കാതിരിക്കും. മത്സരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൻപൻ സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിൽ മത്സരിക്കാം. അവിടെ കാട്ടുത്ത പോരാട്ടം ഉണ്ടാകാം. CPM വേണ്ടി പ്രശാന്ത് വളരെ പോപ്പുലറാണ്. പ്രശാന്ത് വീണ്ടും മേയർ ബ്രോ എന്നൊക്കെ മുൻപ് പറഞ്ഞിരുന്ന വളരെ പ്രിയങ്കരനായ പ്രശാന്ത് മത്സരിക്കുന്നു. വലിയ നേതാവാണ് കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് തന്നെ മത്സരിക്കുമെന്നാണ് ഏറ്റവും അവസാനം കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ പോട്ടി പാർന്ന ത്രികോണ പോരാട്ടത്തിന് വട്ടിയൂർക്കാവ് മണ്ഡലം സാക്ഷിയാകും. അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിൽ ബി ജെ പിക്ക് ജയിച്ചു കൂടായിക്കൊന്നുമില്ല, പ്രൊവൈഡഡ് ദേ ഫീൽഡ് എ പ്രോപ്പർലി ജെനുവിൻ കാൻഡിഡേറ്റ് who can inspire the confidence of the people in വട്ടിയൂർക്കാവ്. അതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. ശ്രീലേഖ ഇണങ്ങിയും പിണങ്ങിയും നിൽക്കുകയാണ്. സാധ്യമാവുമോ? സംശയമാണ്. ശ്രീലേഖ മത്സരിച്ചാൽ തന്നെ വിജയസാധ്യതയുണ്ടോ? മറ്റൊരു സംശയമാണ്. പക്ഷേ വട്ടിയൂർക്കാവ് ഇപ്പോഴും സ്റ്റാർ മണ്ഡലമായി തുടരുന്നു. തൊട്ട് തെക്കുള്ള കാട്ടാക്കട മണ്ഡലം, അവിടെ വളരെ നേരത്തെ തന്നെ PK കൃഷ്ണദാസ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതൊരു നാടാർ ബെൽറ്റ് കൂടി ആണ്. കാട്ടാക്കട മത്സരം അവിടെ എത്രത്തോളമാണ് കമ്മ്യൂണിറ്റി ബാലൻസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാനാവില്ല. ബി ജെ പിക്ക് ചെറിയ സാധ്യതയുണ്ട് എന്നതിൽ കവിഞ്ഞ് വലിയ വിജയ സാധ്യതയൊന്നുമില്ല. പക്ഷേ മത്സരിക്കുന്ന ആളിൻ്റെ വലിപ്പം നോക്കുമ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് PK കൃഷ്ണദാസ്. അദ്ദേഹം മത്സരിക്കുന്നു. മറ്റൊരു മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം, അതും വളരെ മുൻപ് തന്നെ പ്രഖ്യാപിച്ച സ്റ്റേറ്റാണ്. അവിടെ ഒരുപക്ഷെ CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഏറ്റവും തലമുതിർന്ന നേതാവ്, തലപ്പൊക്കമുള്ള നേതാവ്, വിവാദ പുരുഷൻ കൂടിയായ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി മത്സരിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രനെ മലർത്തിയടിക്കാൻ ബി ജെ പിക്ക് കഴിയുമോ? അതോ കോൺഗ്രസ് ഇടയിൽ നിന്നുകൊണ്ട് ജയിച്ചു വരുമോ? സാധ്യത കുറവാണ്. BJP വേഴ്സസ് CPM ഫൈറ്റിലേക്ക് നീങ്ങാനാണ് സാധ്യത കഴക്കൂട്ടം മണ്ഡലത്തിൽ. അവിടെ ഒരുപക്ഷെ BJP സ്വാഭാവികമായി V മുരളീധരൻ നല്ല പ്രകടനമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. അത് കഴക്കൂട്ടത്ത് ആവർത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെയും BJP ഒരു വിജയ സാധ്യത കാണുന്നു. ഈ സർവേകളിലൊക്കെ പലപ്പോഴും ഏഷ്യാനെറ്റിൻ്റെയോ മനോരമയുടെ സർവേകളിലൊക്കെ കഴക്കൂട്ടം ഒരു ഷുവർ സീറ്റായി പറയുന്നില്ല എങ്കിൽ പോലും സാധ്യതാപരമായി BJPക്ക് പ്രതീക്ഷയർപ്പിക്കാവുന്ന സ്ഥലമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ മൊത്തത്തിൽ എടുത്താൽ നരേന്ദ്രമോദിയുടെ മാർച്ച് മാസം 1-2 തീയതികളിൽ വരാൻ സാധ്യതയുള്ള ആ വരവിൽ ഒന്നാം തരം ഒരു പാക്കേജ് തിരുവനന്തപുരത്തിന് വേണ്ടി പ്രഖ്യാപിച്ചാൽ ഒന്നല്ല ഒരുപക്ഷെ 3 സീറ്റും കൂടെ പോരും. 4 സീറ്റ് കൂടെ ഉണ്ട്. അത് തിരുവനന്തപുരം സീറ്റാണ്. പണ്ട് തിരുവനന്തപുരം വെസ്റ്റ് എന്ന് പറഞ്ഞിരുന്ന തീരദേശ മേഖല, ലത്തീൻ കത്തോലിക്ക സാന്നിധ്യം കൂടുതൽ ഉള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലും BJPക്ക് വളർച്ചയുണ്ട്. പക്ഷേ അവിടെ ജയിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസിനും CPMനും BJPക്കും ഒക്കെ സാന്നിധ്യമുണ്ട്. കോൺഗ്രസിനും പ്രതീക്ഷയുള്ളൊരു സീറ്റാണ് ട്രിവാൻഡ്രം വെസ്റ്റ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ തിരുവനന്തപുരം മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരുപാട് വോട്ടുകൾ വെട്ടിപ്പോയി. SIR വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആകെ 9 ലക്ഷത്തോളം 8,95,000 വോട്ടുകൾ കേരളത്തിൽ വെട്ടിപ്പോയപ്പോൾ SIRൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ദി ഇലക്ട്രൽ റോൾ വെട്ടിപ്പോയപ്പോൾ അതിന് വലിയൊരു പങ്ക്, ഡിസ്പ്രപ്പോർഷനറ്റ്ലി ഹൈ ജങ്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3-4 മണ്ഡലങ്ങളുടെ പരിധിയിലാണ്. 1,65,000-61,000 വോട്ടുകൾ വെട്ടിപ്പോയത്. അത് തന്നെ 40,000-ൽ കൂടുതൽ വോട്ടുകളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ വെട്ടിപ്പോയത്. അതുപോലെ 40,000-ഓളം വോട്ടുകളാണ് വട്ടിയൂർക്കാവ് വെട്ടിപ്പോയിരിക്കുന്നത്. 37,000 വോട്ടുകളാണ് നേമത്തും ഒക്കെ വെട്ടിപ്പോയിരിക്കുന്നത്. കഴക്കൂട്ടത്തും വെട്ടിപ്പോയിട്ടുണ്ട് ഒരുപാട് വോട്ടുകൾ. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയും. ഇതാരെയാണ് സഹായിക്കുക? 2-3 സാധ്യതകളാണ് കാണുന്നത്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾ തങ്ങളുടെ വിജയത്തിന് വേണ്ടി വലിയ ഒരുക്കങ്ങൾ, കോർപ്പറേഷൻ ജയത്തിന് വേണ്ടിയും പാർലമെൻറ്റ് ജയത്തിന് വേണ്ടിയും ഒരുക്കങ്ങളുടെ ഭാഗമായി പുതിയതായി ഒരുപാട് പേരെ മുൻ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ അവരവരുടെ തദ്ദേശ ഭാഗത്തേക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി പുതിയതായി മാറിപ്പോയി. അങ്ങനെ SIRൽ അവരുടെ പേരുകൾ വെട്ടപ്പെട്ടു. അതിനും ചേർക്കാനുള്ള സാധ്യത, തിരിച്ചു ചേർക്കാനുള്ള സാധ്യത കുറവാണ്. 2, ഫോം 7 എന്ന് പറയുന്നത് ഒരു വിവാദ ഫോമാണ്. SIR പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഫോം 7ൽ എന്താണ്? ആർക്ക് വേണമെങ്കിലും മറ്റൊരാളിൻ്റെ അർഹതയെ ചോദ്യം ചെയ്ത് ഫോം സമർപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഫോം 6ലൂടെ
തിരുത്തി വേണമെങ്കിൽ നമുക്ക് ഫോം 8 ഫോം 6 ഇതൊക്കെ തന്നെ അതിന് പ്രതിരോധങ്ങൾ ഒരുക്കുന്ന ഫോമുകളാണ്. എത്രത്തോളം കാര്യക്ഷമമായി സംഘടനാ സംവിധാനം പ്രവർത്തിക്കും, ഇവിടെയാണ് UDFന് ചങ്കിടിപ്പുണ്ടാകുന്നത്. UDFിൻ്റെ സംഘടനാ സംവിധാനം എക്കാലത്ത് ഒരു അഴകുഴമ്പൻ സംവിധാനമാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞു സെമി കേഡർ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞതല്ലാതെ എപ്പോഴും ഒരു ആവേശത്തിരത്തള്ളലാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം. അതേസമയം CPMൻ്റെ അങ്ങനെയല്ല. ഏത് ദുർബല ഘട്ടത്തിലും ദുർഘട ഘട്ടത്തിലും ആൻറ്റി ഇൻകംബൻസി കുടികുത്തി വഴുമ്പോഴും CPMൻ്റെ അണികൾ ചിട്ടയായി പ്രവർത്തിച്ച് അവസാന വോട്ട് വരെ തങ്ങളുടെ പെട്ടിയിൽ ഇടിപ്പിക്കും എന്നതാണ് CPMൻ്റെ വിജയമന്ത്രം. അത് തിരുവനന്തപുരത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? അപ്പോൾ SIRനകത്തും അത് തന്നെയാണ് സംഭവിക്കുക. CPMനും BJPക്കും മാത്രമാണ് ഈ കറക്റ്റായി ഫോമുകൾ പൂരിപ്പിച്ച് കൊടുക്കുക, വെട്ടേണ്ടവരെ വെട്ടുക, കൊള്ളേണ്ടവരെ കൊള്ളുക. സുതാര്യമായിട്ട് നടക്കുമ്പോൾ പോലും അവിടെ സംഘടനാ പ്രവർത്തനം വളരെ പ്രത്യേകതകൾ ഉള്ളത് തന്നെയാണ് ഈ രണ്ട് പാർട്ടികൾക്കും. അതുകൊണ്ട് BJP എത്രത്തോളം ഉണർന്ന് തിരുവനന്തപുരത്തെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചു എന്നതിൻ്റെ ഉരകല്ല് കൂടിയാകും 1,61,000 വോട്ടുകൾ വെട്ടിപ്പോയത് ഏത് പാർട്ടിയെ, അത് BJP ആണോ ആത്യന്തികമായി സഹായിക്കുന്നത് എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ SIR കംസ് ഇൻ ടു ദ പിക്ചർ, എസ്പെഷ്യലി ഇൻ ട്രിവാൻഡ്രം. മറ്റ് ജില്ലകളിൽ നോക്കുമ്പോൾ, ആകമാനം നോക്കുമ്പോൾ കേരളത്തിലെ 95 മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞു, 45 മണ്ഡലങ്ങളിൽ വോട്ട് കൂടി. അതിൽ പിന്നെ വോട്ട് മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ എല്ലാ നിയമസഭാ സെഗ്മെൻറ്റിലും വോട്ട് കൂടിയിട്ടുണ്ട്. മലബാർ മേഖലയിലാണ് കൂടുതൽ വോട്ടുകൾ കൂടിയിട്ടുള്ളത്. ട്രാവൻകൂർ മേഖലയിൽ, തെക്കൻ മേഖലയിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുമുണ്ട്. അതൊരു ട്രെൻഡായിട്ട് വേണമെങ്കിൽ കാണാം. അതവിടെ നിൽക്കട്ടെ. മറ്റിടങ്ങളിലേക്ക് കൂടെ പോകണമല്ലോ. BJPയുടെ സ്റ്റാർ ലീഡേഴ്സ് അതിലൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. പാലക്കാട് മത്സരിക്കുന്നു. പാലക്കാട് വലിയ സാധ്യതയാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ, പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. CPMന് അവിടെ ബലമുണ്ട്, പക്ഷേ CPMന് വിജയസാധ്യതയില്ലാത്തതാണ്. ഒരു കോൺഗ്രസ് വേഴ്സസ് BJP പോരിലേക്ക് ഒരുപക്ഷെ പാലക്കാട് നീങ്ങിയേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ എങ്ങനെയാണ് പാലക്കാടിനെ അഫക്റ്റ് ചെയ്തത്? പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ അവിടെ രംഗത്ത് വന്ന സ്ഥിതിക്ക്. ശോഭാ സുരേന്ദ്രൻ നോക്കൂ, ഒരു ഇതിഹാസ കഥാപാത്രമാണ്. കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനോളം കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ്. എവിടെ മത്സരിച്ചാലും മുൻപ് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിൻ്റെ ഇരട്ടി വോട്ടുമായി നല്ല തിളങ്ങുന്ന പ്രകടനം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു, നല്ല പ്രകടനം കാഴ്ചവെച്ചു. ലോക്സഭാ മണ്ഡലം ആലപ്പുഴയിലേക്ക് മാറ്റി. ഒരു സാധ്യതയുമില്ലായിരുന്നു, പക്ഷേ 3 ലക്ഷത്തോളം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്. നോക്കൂ, ശോഭാ സുരേന്ദ്രൻ ഒരു അസറ്റാണ്. ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും. കായംകുളം മണ്ഡലം പരിഗണിച്ചു, അരൂർ മണ്ഡലം പരിഗണിച്ചു, ശോഭയ്ക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ. അവസാനം പാലക്കാടാണ് എന്ന് കേൾക്കുന്നു. നല്ല പ്രകടനം കാഴ്ചവെക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്, വിജയസാധ്യതയുണ്ട് എന്ന് BJP എണ്ണുന്നൊരു മണ്ഡലമാണ് പാലക്കാട്. അസാധ്യമൊന്നുമല്ല. അവിടെ ഏറ്റവും വൈകി കിട്ടുന്ന വിവരമനുസരിച്ച് ശ്രീ K കരുണാകരൻ്റെ പുത്രി പത്മജ വേണുഗോപാൽ തൃശ്ശൂരെ BJP സ്ഥാനാർത്ഥി ആയി വരുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് ഇപ്രാവശ്യം BJPക്ക് വേണ്ടി മത്സരിച്ച് സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ട് അതേപോലെ പത്മജയ്ക്ക് ലഭിച്ചാൽ വൻപൻ ഭൂരിപക്ഷത്തിൽ പത്മജയ്ക്ക് വിജയിക്കാൻ കഴിയും. പക്ഷേ സുരേഷ് ഗോപിയുടെ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് പത്മജ വേണുഗോപാൽ ഫേസ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂരിന് വേണ്ടിയും ഒരു പാക്കേജ് ഉണ്ടായാൽ BJPക്ക് സാധിക്കും. കൃത്യമായി ഒരു MLA പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പം സാധിക്കും. ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ മതിയാകും. കേന്ദ്ര സർക്കാർ റെയിൽവേ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് ആകമാനമാണ്, ഉറപ്പായിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു റെയിൽവേ പ്രോജക്റ്റുമായിട്ടായിരിക്കും നരേന്ദ്രമോദി കടന്നു വരുന്നത്. അതിനുപരിയായി തൃശ്ശൂർ കേന്ദ്രീകൃതമായ ഒരു വൻപൻ പ്രഖ്യാപനം അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പത്മജ വിൽ ഹാവ് എ ഫൈറ്റിംഗ് ചാൻസ്. തീർച്ചയായും എന്തുകൊണ്ടായിക്കൂടാ? പത്മജ വേണുഗോപാലിന് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ജയിക്കാൻ സാധിക്കാതെ വന്നത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ തലങ്ങനെ വിലങ്ങനെ വെട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതെ വന്നത്. സ്വാഭാവികമായി വിജയിക്കാമായിരുന്ന സ്ഥാനാർത്ഥിയാണ് പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് BJP തീർച്ചയായും ആന്റണിയുടെ പുത്രനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ. അതുകൊണ്ട് കരുണാകരൻ്റെ പുത്രിയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു സന്ദേശമായിരിക്കും കോൺഗ്രസിന് കൊടുക്കുക, ഓൾ ഇന്ത്യ തലത്തിൽ പോലും. അത് നല്ല സാധ്യതയാണ്. ഇനി BJPയുടെ ഏറ്റവും സ്റ്റാർ മണ്ഡലം, സത്യം പറഞ്ഞാൽ ഏറ്റവും വടക്കറ്റത്തെ മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. അവിടെ 2 തവണയാണ് ഈ K സുരേന്ദ്രൻ എന്ന BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന് തലനാരിഴയ്ക്ക് ജയം നഷ്ടപ്പെട്ടത്. 86 വോട്ടിനോ മറ്റുമാണ്. അത് തിരഞ്ഞെടുപ്പ് കേസ് കൊടുത്തൊക്കെ നിന്നു, പക്ഷേ ഗുണം ചെയ്തില്ല. അപ്പം ആ മണ്ഡലത്തിൽ BJP 1ാം സ്ഥാനത്താണ്, സംശയമില്ല.
ത്രികോണ മത്സരത്തിൽ സിംഗിൾ ലാർജസ്റ്റ് ഫോഴ്സാണ്. പക്ഷേ 50% വോട്ടെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ ജയിക്കാൻ പറ്റൂ. കാരണം UDF LDF പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് LDF UDF വോട്ട് പരമ്പരാഗതമായി മറിച്ചു കൊടുക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ അവിടെ ഷുവറായി ജയിച്ചു വരുമെന്ന് പറയാനാവില്ല. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ അത് പാലക്കാട്ടെ പോലെ തിരുവനന്തപുരത്തെ പോലെയൊന്നുമല്ല. കൃത്യമായി അത് പറയാൻ സാധിക്കും. മഞ്ചേശ്വരത്തിൻ്റെ പൊളിറ്റിക്കൽ ഘടന അങ്ങനെയാണ്. കാസർഗോഡും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അവിടെയും BJPക്ക് നല്ല സ്വാധീനമുണ്ട്. അവിടെയും BJP നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ LDF UDF വോട്ട് മറിച്ചു കൊടുക്കുന്നു. ഇല്ല എങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ചെറിയ സാധ്യതയുണ്ട്. മഞ്ചേശ്വരത്ത് പ്രത്യേകിച്ചും സാധ്യതയുണ്ട്. അല്ല എങ്കിൽ 50% എന്ന മാജിക്കൽ മാർക്ക്, 50 ഇല്ലെങ്കിൽ 46% വോട്ട് കടന്നാൽ ഒരുപക്ഷെ BJPയുടെ ഒരു MLA മഞ്ചേശ്വരത്തു നിന്നും ഉണ്ടാവാം. ഉണ്ടാക്കണമെന്നില്ല, ഉണ്ടാവാം. ഇനി കൗതുകം, വിജയ സാധ്യതയൊന്നുമില്ല എങ്കിൽ പോലും ക്രൈസ്തവ ജനത എങ്ങനെ ചിന്തിക്കുന്നു, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി വിഭാഗം, അല്ലെങ്കിൽ അത് കത്തോലിക്ക സഭയിലെ സുറിയാനി വിഭാഗവും മാർത്തോമ ഓർത്തഡോക്സ് യാക്കോബ സഭകളും അതുപോലെ മറ്റ് സ്വതന്ത്ര സഭകളും പെന്തിക്കോസ്റ്റൽ സഭകളും ഒക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഉരകല്ലാണ് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ BJP സാന്നിധ്യം. അവിടെ വളർന്നു വരുന്നൊരു യുവനേതാവ് അനൂപ് ആന്റണി മത്സരിക്കുന്നു തിരുവല്ലയിൽ. തിരുവല്ല ഏതാണ്ട് UDF LDF പോരാട്ടം നടക്കുന്ന ശ്രീ മാത്യു T. തോമസ് നിലവിലെ MLA ആണ്, ജനകീയനാണ്, ഏറെക്കാലം ജയിച്ചു വന്നയാളാണ്, വളരെ കാര്യക്ഷമത ഉള്ള ഒരാളാണ്, നീതിമാനാണ്. വലിയ ഡൈനമിക് ആണെന്ന് പറയാനാവില്ല എങ്കിലും നീതിമാനായ ഒരാളാണ്. പേരുദോഷം കൽപ്പിക്കാത്ത ഒരു മന്ത്രിയാണ് ആയിരുന്നു മാത്യു T. തോമസ്. അദ്ദേഹത്തിനെതിരെ UDF ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും. അവിടെ നല്ല സാധ്യതയുണ്ട്. UDF LDF തുല്യ സാധ്യതയുള്ളൊരു സീറ്റാണ്. പക്ഷേ BJP തീർച്ചയായും വോട്ട് വർദ്ധിപ്പിക്കും. അനൂപ് ആന്റണി വോട്ട് വർദ്ധിപ്പിക്കും. ജയിക്കാനൊരു പക്ഷേ അതിനുള്ള സാഹചര്യം ഇനി ഉരുത്തിരിച്ച് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് പോട്ടെ, ഒരു ക്രിസ്ത്യൻ മുഖമാണ്. ഞാൻ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ പൂഞ്ഞാർ മണ്ഡലത്തിൽ പൂഞ്ഞാറെ പുലി, പായും പുലിയാണ് PC ജോർജ്. PC ജോർജ് ഇപ്രാവശ്യം വരുന്നു. ജനപക്ഷത്ത് നിന്നുകൊണ്ട് മത്സരിച്ച് പരാജയപ്പെട്ടു. BJPയുടെ പിന്തുണയോടുകൂടി പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഇതാ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു പൂഞ്ഞാറിൽ തന്നെ. ജയിക്കാൻ ഒരു സാധ്യതയുമില്ല പൂഞ്ഞാറിൽ PC ജോർജിന്. പക്ഷേ മത്സരം കടുകട്ടിയാണ്. PC ജോർജ് കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ്താവന നടത്തി. മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, ഈ രാജ്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രസിദ്ധീകരിക്കാൻ കൊള്ളാത്ത ചില വാക്കുകൾ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു, പരാമർശത്തിലുണ്ടായിരുന്നു. ഒരു വീഡിയോ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്, അഭിമുഖമാണ്. പക്ഷേ ഇവിടെ രണ്ട് സ്ത്രീകളുടെ തോളിൽ, രണ്ട് പെൺകുട്ടികളുടെ തോളിൽ കൈയിട്ട് നടക്കാനല്ലാതെ ഗാന്ധിയെ കൊണ്ടെന്തിനു കൊള്ളാം എന്ന് വരെ പറഞ്ഞയാൾ. ഇതൊക്കെ നൽകുന്ന ഓപ്റ്റിക്സ് പൂഞ്ഞാറിലെ ജനത്തിനല്ല, കേരളത്തിലാകമാനം ഒരു BJP നേതാവ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇതൊക്കെ വളരെ ദോഷം ചെയ്യുന്ന, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുമ്പോൾ. പക്ഷേ PC ജോർജ് പറഞ്ഞതുകൊണ്ട് അതിൻ്റേതായ ഒരു അലവൻസ് ഉണ്ട് എന്നതുകൂടെ കൂട്ടാം. പക്ഷേ അവിടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് PC ജോർജിന്. അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ ഭാഗം വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ്. അതാണ്. പക്ഷേ PC ജോർജിൻ്റെ മകൻ വളരെ വളരെ കാര്യക്ഷമതയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് ഷോൺ ജോർജ്. പാലായിൽ മത്സരിക്കുന്നു. പാല ഒരു UDF LDF മത്സരം നടക്കേണ്ട സ്ഥലമാണ്. BJPക്കൊന്നും കാര്യമായ വേരുകളില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഷോൺ ജോർജ് കടന്നു വരുമ്പോൾ പാലായിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി അവിടെ ജനിക്കുകയാണ്. ഷോൺ ജോർജിന് ഒരുപക്ഷെ സാധ്യത അവിടെ കുറവായിരിക്കാം. UDFനോ ജോസ് കെ മാണി ഒരുപക്ഷെ മത്സരിക്കുന്നു LDFന് വേണ്ടി. അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ മാണി മത്സരിക്കാം. മാണി സി കാപ്പൻ അതിശക്തമായ UDF സാന്നിധ്യവുമാണ്. വളരെ ആകർഷകമായ ഒരു മത്സരരംഗം ഉണ്ടാകും. നല്ല മത്സരം നൽകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന പാലാ മണ്ഡലം. ഇനി വരാനുള്ളത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ BJPക്ക് വലിയ സാധ്യത, അൽഫോൻസ് കണ്ണന്താനമൊക്കെ മുൻപ് മത്സരിച്ചതാണ്. പക്ഷെ വലിയ സാധ്യത ഉള്ള മണ്ഡലമല്ല. പക്ഷേ അവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം കേൾക്കുന്നത്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അത് പ്രഖ്യാപിച്ചിട്ടില്ല. സാധ്യതയുണ്ട്. ഇപ്പം രാജ്യസഭ മെമ്പറാണ്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ ഒരു സംസ്ഥാന നിയമസഭയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ആ മണ്ഡലത്തിലെ ആളുകൾ പ്രതികരിക്കുന്നത്? ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ എന്തെങ്കിലും പാക്കേജ് മലയോര മേഖലയ്ക്ക്, കാഞ്ഞിരപ്പള്ളിക്ക്, റബ്ബർ കർഷകർക്ക് ഉണ്ടാകുമോ? അതും നോക്കിക്കാണേണ്ട കാര്യമാണ്. റബ്ബർ കർഷകർക്ക് ഒരു വൻപൻ പാക്കേജിലൂടെ പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ഒരു പാക്കേജായി എടുത്തുകൊണ്ട് അധികാരം കയ്യിലുള്ളപ്പോൾ അത് സാധിക്കും. സാധിക്കാത്ത ഒന്നുമല്ല. പക്ഷേ അതിനുള്ള സന്മനസ്സുണ്ടോ, അതിനുള്ള പൊളിറ്റിക്കൽ അക്യൂമൻ ഉണ്ടോ, അതിനുള്ള ഒരു ടെനാസിറ്റി ഉണ്ടോ? ഇതാണ് ചോദ്യചിഹ്നം. പിന്നെ ഉള്ളത് നല്ല ഫൈറ്റിംഗ് ചാൻസ് ഉള്ള ചില മണ്ഡലങ്ങൾ ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴ ജില്ലയിലൊക്കെ ഒരിക്കലും BJPക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്തെ കായംകുളം, ആരൂർ, ഈ മണ്ഡലങ്ങളിലൊക്കെ ഈവൻ ഹരിപ്പാട് പോലും രമേശ് ചെന്നിത്തലയൊക്കെ ജയിക്കുന്നത് എപ്പോഴും പറയാറുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് BJP വോട്ടുകൾ, അദൃശ്യമായ ചില വോട്ടുകൾ, ഈ സംഘപരിവാർ വോട്ടുകൾ അങ്ങനെ കിടക്കട്ടെ, ചെന്നിത്തലയ്ക്ക് കിടക്കട്ടെ, ദോഷമില്ലാതെ പോകട്ടെ. ഇതൊരു അന്തർധാര എന്ന രീതിയിലൊന്നും പറയാനാവില്ല.
പക്ഷേ അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ബി ജെ പിയുടെ വോട്ടുകൾ വളരെ കുറവാണ്. പക്ഷേ ബി ജെ പി വോട്ടുകൾ ശക്തമായി അവിടെ പിടിക്കാൻ നിന്നാൽ അവിടെയും ത്രികോണ മത്സരം പോലെ ഒരു സാഹചര്യം ഉണ്ടാകും. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അദ്ദേഹം ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരിക്കലും ഒരു പരാജയം ഉണ്ടാകുമെന്നൊരു ചിന്തയൊന്നും എനിക്കില്ല. കാരണം അത്രയ്ക്ക് ഹരിപ്പാട് അത്ര സുരക്ഷിത മണ്ഡലമൊന്നുമല്ല. വി ഡി സതീശന് പറവൂർ സുരക്ഷിതമായിരിക്കുന്നത് പോലെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായ സുരക്ഷിത മണ്ഡലമല്ല. പറഞ്ഞു വന്നത് ബി ജെ പിക്ക് നല്ല സാധ്യതയുള്ള ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലം ബി ജെ പി ഇതുപോലെ കാണുന്നൊരു മണ്ഡലമാണ്. 2ാം സ്ഥാനത്ത് എത്താൻ കഴിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിയാൽ 19 മണ്ഡലങ്ങളിലാണ് ഒന്നുകിൽ 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത്. അതിനകത്ത് തന്നെ 10 മണ്ഡലങ്ങൾ ബി ജെ പി 1ാം സ്ഥാനത്താണ്. ഈ 1ാം സ്ഥാനത്ത് ലോക്സഭയിൽ വന്ന നിയമസഭാ സെഗ്മെന്റ് 10 മണ്ഡലങ്ങളിൽ ജയിച്ചു വരാനായാൽ അത്യത്ഭുതകരമായ ഒരു കാര്യമായിരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറിപ്പോകും. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ UDF-നും LDF-നും ഭൂരിപക്ഷം ലഭിക്കാതെയാകും. ഹങ് സിറ്റുവേഷൻ വരെ വരാം. അങ്ങനെയൊന്നും വരുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെയൊന്നും വരുമെന്നല്ല, വരാം. കാരണം ആ രീതിയിലുള്ള മാറ്റമുണ്ടായാൽ അത് എൻ്റെ ചിന്ത LDF-നെയാണ് കൂടുതൽ ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബി ജെ പി സമീപകാലത്ത് പിടിക്കുന്ന മഹാഭൂരിപക്ഷം വോട്ടുകളും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വോട്ടാണ്. അത് ഈഴവ സമുദായത്തിൻ്റെ വോട്ടാണ്. പരമ്പരാഗതമായി LDF-നോട് ചേർന്ന് നിന്ന ഈഴവ സമുദായത്തിന് 70-75% പരമ്പരാഗതമായി LDF-ന് ചെയ്തിരുന്ന ഫോർ റൈറ്റ് റീസൺസ് ഓർ ഫോർ റോങ് റീസൺസ് ചെയ്തിരുന്ന വോട്ടുകളാണ്. അതിലൊരു ചെറിയ പങ്കെങ്കിലും അടർന്ന് UDF-ലേക്കല്ല പോകുന്നത്, BJP-യിലേക്ക്. UDF-ലേക്ക് പോകാനോ UDF-ൽ നിന്നും ചോരാനുള്ളതൊക്കെ എന്നേ ചോർന്നു കഴിഞ്ഞു. ഇനി ചോരാനുള്ളത് LDF-ൻ്റെ വോട്ടുകളാണ്. ഇവിടെ LDF കാട്ടുന്ന ഒരു വലിയ സാഹസമുണ്ട്. മുസ്ലിം ജനസാമാന്യത്തെ വല്ലാതെ വിഷമിപ്പിച്ചു, പിണക്കി. അത് വെള്ളാപ്പള്ളി നടേശനെ, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്നതൊരു സാഹസമാണ്. അതിലൊരു സാധ്യത കാണുന്നു LDF. കാരണം ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു കൺസോളിഡേഷൻ. കാരണം മുസ്ലിം സമുദായം കേരളത്തിൽ 27%, സമാനമായൊരു ശതമാനം 26-27% ഒരു ലാർജസ്റ്റ് സിംഗിൾ കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി. അത് മലബാറിലെ തീയ കമ്മ്യൂണിറ്റി ആൻഡ് തിരുവിതാംകൂർ മേഖലയിലെ ഈഴവ കമ്മ്യൂണിറ്റി എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ 26-27%. ഈ വോട്ടുകൾ നല്ല പങ്ക് LDF-ന് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ തുടർ ഭരണം സാധ്യമാകും. മുസ്ലിം വോട്ടുകളുടെ നഷ്ടം ഈഴവ വോട്ടുകളിലൂടെ പരിഹരിക്കാമെന്ന മോഹമാണ് ഈഴവ വോട്ടുകളുടെ ചെറിയ പങ്കെങ്കിലും BJP-യിലേക്ക് പോകുമ്പോൾ അവിടെ പൊലിയുന്നത്. മലബാറിൽ മുസ്ലിം തിരതള്ളലിൽ LDF-ന് ക്ഷീണം ലഭിക്കുന്നു. തിരുവിതാംകൂർ മേഖലയിൽ, അത് ദക്ഷിണ കേരളത്തിൽ ഈഴവ വോട്ടുകളുടെ ചോർച്ചയിലൂടെ LDF-ന് ശോഷണം സംഭവിക്കുന്നു. എങ്കിൽ BJP-ക്ക് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം, സീറ്റുകളൊന്നും ഉണ്ടാവില്ല, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമേ ബെഞ്ച് മാർക്ക് ആക്കാവൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബെഞ്ച് മാർക്ക് ആക്കിയാൽ ഒരുപക്ഷെ വലിയ വർധനയൊന്നും ഉണ്ടാവില്ല. 20% നിന്നും ഒരു വർധനയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ BJP-യുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജി തിരഞ്ഞെടുത്ത മണ്ഡലങ്ങൾ, അതാണ് A ക്ലാസ് മണ്ഡലം, അവിടെ മാത്രം എല്ലാ ശക്തിയും പ്രയോഗിക്കുക. അങ്ങനെയാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തും ആ ശക്തി പ്രയോഗിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആറ്റിങ്ങലിലും ആ ശക്തി പ്രയോഗിച്ചു, പിന്നെ ആലപ്പുഴയിൽ ശക്തി പ്രയോഗിച്ചു. ഈ 4 മണ്ഡലങ്ങളിൽ അഭിമാനകരമായ പോരാട്ടം തന്നെയാണ് BJP ലോക്സഭയിൽ കാഴ്ചവെച്ചത്. അതുപോലെ ഒരു 10-15 മണ്ഡലങ്ങൾ തിരഞ്ഞു പിടിച്ച് അവിടേക്ക് മുഴുവൻ എനർജിയും കേന്ദ്രീകരിച്ചാൽ ഒരു പക്ഷേ ഡബിൾ ഡിജിറ്റ് എത്താൻ പറ്റിയില്ലെങ്കിലും 5 സീറ്റുകളിലേക്ക് BJP-ക്ക് വളരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതുതന്നെ ഒരു സാന്നിധ്യമാണ്. കാരണം 0-ൽ നിന്നും പെട്ടെന്ന് ഡബിൾ ഡിജിറ്റിലേക്കോ ഭരണത്തിലേക്കോ ഒന്നും എത്താനാവില്ല. അത് എത്രത്തോളം BJP-യെ സ്നേഹിക്കുന്ന ആളുകളും അത് മനസ്സിലാക്കണം. അങ്ങനെ പെട്ടെന്നാകാനാവില്ല. പക്ഷേ BJP-ക്ക് വളർച്ചാ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് LDF-ൻ്റെ പരമ്പരാഗതമായി UDF-നെയാണ് അത് ബാധിച്ചിരുന്നതെങ്കിൽ LDF-നെ ആവും ഇക്കാര്യത്തിൽ ബാധിക്കുക. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു നിർത്തുന്നൊരു കാര്യം കൂടെ ഉണ്ട്. ശബരിമല വിവാദം ആളിക്കത്തിക്കാൻ UDF മാത്രമല്ല BJP-യും കാര്യമായി രംഗത്തുണ്ട്. പ്രത്യേകിച്ച് തന്ത്രിപക്ഷത്താണ് BJP. തന്ത്രിപക്ഷം എന്നല്ല, തന്ത്രിയെ അനാവശ്യമായി കുടുക്കിയതാണ് എന്നൊരു ചിന്ത കേരള സമൂഹത്തിലുണ്ട്. ആ ചിന്ത ക്യാപിറ്റലൈസ് ചെയ്യാൻ ഏറ്റവും അധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇതിനൊക്കെ വേണ്ട ട്രാക്ഷൻ ലഭിച്ചാൽ കുറേ വോട്ടുകൾ ഈഴവ സമുദായത്തിൻ്റെ, നായർ സമുദായത്തിൻ്റെയൊക്കെ കുറേയേറെ വോട്ടുകൾ BJP-യിലേക്ക് ചേരും. ചെറിയൊരു ശതമാനം ക്രൈസ്തവ വോട്ടുകൾ BJP-ക്ക് വരും. അങ്ങനെ വരാനാണെങ്കിൽ വലിയ തോതിൽ വരില്ല എന്ന് ഞാൻ പറയാൻ കാരണം, അങ്ങനെ വരാനായിരുന്നുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ലാഞ്ചനങ്ങൾ കാണുമായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ പീഡനം വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, ക്രിസ്മസ് കരോൾ സംഘത്തിനെതിരെയുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ, ചില പ്രസ്താവനകൾ, ഇതെല്ലാം. പക്ഷെ ഒരു കാര്യം കൂടെ സാധിക്കാം. BJP-യും LDF-ഉം ചേർന്ന് ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. UDF ഇതാ ജയിക്കാൻ പോകുന്നു.
അങ്ങനെ വന്നാൽ മുസ്ലിങ്ങൾ കേരളം കൊണ്ടുപോകും. വൻപൻ പ്രചരണം അഴിച്ചുവിടും. LDF ആ പ്രചരണം അഴിച്ചുവിടും, ഉറപ്പായിട്ടും അഴിച്ചുവിടും. BJPയും അത് ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഏത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അത് കുറേയൊക്കെ ബാധിക്കാൻ പോവുക. ആ പ്രചരണത്തിൽ ഒരുപക്ഷെ വിശ്വസിക്കരുത് എന്ന് ക്രിസ്ത്യൻ ബിഷപ്സ് പലരും അണികളോട്, കുഞ്ഞാടുകളോട് രഹസ്യമായി പറയുന്നുണ്ട്. ഇടലേഖനങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഡിവൈഡിലേക്ക് നീങ്ങിയാൽ ഈ പറയുന്ന കണക്കുകൾ ശരിയാകാതെ വരും. അതുകൊണ്ട് BJPയുടെ സാധ്യത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഏതായാലും മുസ്ലിം വോട്ടുകൾ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈഴവ വോട്ടുകളുടെ ചെറിയ പങ്ക് പ്രതീക്ഷിക്കുന്നു, ക്രിസ്ത്യൻ വോട്ടുകളുടെ ചെറിയ പങ്ക് പ്രതീക്ഷിക്കുന്നു. BJPക്ക് ജൈവികമായുള്ള വളർച്ചയെ മുതലാക്കാൻ നോക്കുന്നു. പിന്നീട് മണ്ഡലം കേന്ദ്രീകരിച്ച് മെച്ചപ്പെട്ട പ്രവർത്തനം. അങ്ങനെയെങ്കിൽ LDFിൽ നിന്നും തന്നെയാവും BJPക്ക് BJPയിലേക്കുള്ള ഒഴുക്ക് വരിക. അത് പക്ഷേ ഭരണത്തിലെത്താനൊന്നും BJPയെ സഹായിക്കില്ല. LDFിന് തുടർ ഭരണം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ UDFിനോടൊപ്പം BJPക്കും കഴിയുന്നു എന്ന ചിത്രം തന്നെയാണ് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്.